നമസ്കാരം. അപ്പോൾ ഇന്ന് പെട്ടെന്നൊരു ഊണ് തയ്യാറാക്കണതാട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ താഴെ ആയിരുന്നു കേട്ടോ, ചേച്ചിയുടെ അടുത്തായിരുന്നു. അപ്പോൾ അവിടെ കുഞ്ഞ് കളമശ്ശേരിക്ക് പോകണ കാരണം ഞാൻ ഉച്ചയായപ്പോൾ വന്നു. അപ്പോൾ വന്നിട്ട് ആദ്യം തന്നെ അരി ഇട്ടു. പിന്നെ ഒറ്റ വിസിൽ കേൾക്കുമ്പോഴത്തേക്കും അരി വാങ്ങുമല്ലോ. പിന്നെ ഇച്ചിരി ചെമ്മീൻ ഉണ്ടായിരുന്നു, അതൊന്നിങ്ങനെ നുള്ളി ക്ലീനാക്കി വെച്ചു. പിന്നെ ഒരു ബീട്രൂട്ടും ഒരു പൊട്ടറ്റോയും ഉണ്ടായിരുന്നു, അതും അരിഞ്ഞു വെച്ചു. പെട്ടെന്ന് തന്നെ നമുക്കൊരു ലഞ്ച് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ചെമ്മീൻ ആദ്യം നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ചെമ്മീൻ വറുത്തെടുത്തിട്ട് അത് ഈ ഒരു സവോളയും 2 വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ട് അങ്ങനെ ഒന്ന് ഉണ്ടാക്കാനായിട്ടാവും. അപ്പോൾ സവോള ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് അങ്ങനെ കട്ട് ചെയ്തിട്ടാൽ മതി. 2 ഇള വെളുത്തുള്ളി ഇട്ടിട്ട് ചതച്ചെടുക്കണം. പിന്നെ ഇതിന് അത്യാവശ്യം നന്നായിട്ട് ഓയിൽ ഒഴിക്കണം കേട്ടോ. നമ്മൾ വെളിച്ചെണ്ണയിലോ വെളിച്ചെണ്ണയിലല്ല ഞാൻ ഉണ്ടാക്കിയത്, ഞാനിത് സൺഫ്ലവർ ഓയിലായിട്ട് ഉണ്ടാക്കിയതാണ്. ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് കടുകിട്ട് പൊട്ടിക്കണം. കടുക് പൊട്ടണ നേരം കൊണ്ട് ഞാൻ തക്കാളി അരിയുന്നുണ്ട് കേട്ടോ, ചാറിന് വേണ്ടിയിട്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞു അതിലോട്ട് ഞാൻ സവാളയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതിട്ടും അത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. വഴറ്റിയാലാണ് അതിന് ടേസ്റ്റ് വരുള്ളൂ. പിന്നെ അതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തു. ഇത് നന്നായിട്ട് മൊരിഞ്ഞു വരണം. പിന്നെ ആ നേരം കൊണ്ട് ചാറ് കറിക്ക് ഇതേ തക്കാളിയും ഒരു സവോളയുടെ പകുതി എടുത്തു. ഇതൊരു ചാറ് കറി, തേങ്ങയൊന്നും ഇല്ലാതെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കറിയാട്ടോ. തക്കാളി മുളക് ചാറെന്നൊക്കെ പറയും. അപ്പോൾ അതിലേക്ക് സവാള അരിഞ്ഞിട്ടിട്ട് ആവശ്യത്തിനുള്ള എരിവിന് 2 പച്ചമുളക്, പിന്നെ മുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ. ഈ 2 പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകായിരുന്നു. ഇത് അരിഞ്ഞിട്ട് നമുക്ക് കൈ കൊണ്ട് ശരിക്കും ഞെരടി കൊടുക്കണം. കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട്, എന്നാലാണ് ആ തക്കാളി അങ്ങ് വെന്ത് ഉടയുള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റും അങ്ങനെ ഞെരടി ഇങ്ങനെ വെച്ചിരിക്കണം. എന്നിട്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള പൊടികൾ, പിന്നെ അതേ പച്ചമുളക് 2 നല്ല പച്ചമുളക്, നല്ല എരിവുള്ള നല്ല പച്ചമുളകും ആയിരുന്നു, അതും അരിഞ്ഞിട്ടു. അപ്പോഴത്തേക്കും എന്താ ഇവിടെ സവാള നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിലോട്ട് പൊടികൾ ഇടണം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആ ചെമ്മീൻ ഒന്ന് പതുക്കെ ചതച്ചെടുത്തു. പിന്നെ അതേ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തു. അതിലോട്ട് ഈ ചതച്ച ചെമ്മീനും കൂടെ ഇട്ട് കൊടുത്തോട്ട്. ചെമ്മീൻ കുറച്ചേ ഉണ്ടായുള്ളൂ, പക്ഷേ ആ ഒരു മീനിൻ്റെ സ്വാദ്, ഇപ്പോൾ മീനിൽ പ്രത്യേകിച്ച് മീൻ കറിയൊന്നുമില്ല, അപ്പോൾ ഒരു മീനിൻ്റെ സ്വാദ് കിട്ടാൻ ശകലം ചെമ്മീനുള്ളൂ, എന്നാൽ അതൊരു 3 പേർക്ക് കഴിക്കാനുള്ളത് ഉണ്ടായിരുന്നു താനും. പിന്നെ അത് കറിക്കുള്ളതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടു, ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അതും അടപ്പത്ത് വെച്ച്, ചാറിന് ആവശ്യമുള്ള വെള്ളം. എന്നിട്ട് ശരിക്കും അത് അടപ്പത്ത് വെച്ച് നന്നായിട്ട് തിളച്ച് വറ്റി. പിന്നെ ഉപ്പിടണം. ഉപ്പിട്ട് നന്നായിട്ട് തിളച്ച് വറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു കറിയാട്ടോ ഇത്. നല്ല ടേസ്റ്റാണ്. തേങ്ങയൊന്നും വേണ്ട. തേങ്ങ അരയ്ക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. അതിൽ നല്ലത് ഇങ്ങനെ മുളകാറൊക്കെ വെക്കുന്നതാണ്. പിന്നെ ഒരു ലേശം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു അത് വേവിച്ചെടുത്തു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അരിഞ്ഞ് വെച്ചേക്കണ ബീട്രൂട്ടും കിഴങ്ങും കൂടെ, അതും ഒരു 2 ഇള വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ട് അതും തോരനാക്കി. അപ്പോൾ അതേ ചാറ് കറി കണ്ടോ, നല്ല അടിപൊളി കറിയായിരുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.